വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ആ കിണറുള്ളത്. ആ കിണറിൻ്റെ ഭാഗികമായതിൻ്റെ വശം ഇടിഞ്ഞ് വീണിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സമീപത്ത് ഒരു സ്ലാബ് പോലെ ഒരു ഭാഗമുണ്ട്. ഏതാണ്ട് 35 അടിയിലേറെ താഴ്ചയാണ് ഉള്ളത്. വലിയ ആഴമേറിയ കിണറാണ് ഇത്. ഈ കിണറ്റിലേക്കാണ് അർച്ചന എടുത്തു ചാടിയത്. ഈ ചാടിയ സമയത്താണ് ഈ ഉടൻ തന്നെ ശിവകൃഷ്ണൻ ഇവിടേക്ക് എത്തി. ഒപ്പം ഇത് കണ്ട് കൂടുതൽ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ സമയത്താണ് ഇവരെ ഈ അർച്ചനയെ കരയിലേക്ക് എടുത്ത് മുകളിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിന് താഴെ ഈ അരമതിൽ ഇടിഞ്ഞ് താഴേക്ക് വീണത്, ഇവരുടെ മുകളിലേക്ക് വീണത്. അപ്പോൾ തന്നെ ഈ സോണിയെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിന് ആയി. കരയ്ക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി സോണി മരിക്കുകയായിരുന്നു. ബാക്കി 2 പേർ, അതായത് ഈ കരയ്ക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായി നിൽക്കുമ്പോഴാണ് ശിവകൃഷ്ണനും ഈ കിണറ്റിലേക്ക് വീഴുന്നത്. ആ സമയത്താണ് ഇരുവരും കിണറ്റിനുള്ളിലേക്കായി. ഏതാണ്ട് 4 മണിക്കൂറിലേറെ സമയമാണ് ഇവർ കിണറ്റിലേക്ക് വീണത്. ഇപ്പോൾ പ്രദേശവാസികളൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ പ്രദേശവാസികളോട് തന്നെ ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇന്നലെ രാത്രിയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. നാട്ടുകാർ നിരവധി ആളുകളുണ്ട്. തൊട്ട് അയൽവാസികൾ, നിരവധി വീടുകൾ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തന്നെ വീടുകളുണ്ട്. ഈ അയൽവാസികളൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം എന്താണെന്ന്. ചേച്ചി, ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ അയൽവാസികളൊന്നും ഇത് അറിഞ്ഞിരുന്നില്ലേ? ഒരു 11:50 ആയെന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട്. ഇതുവേണം ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ കൊച്ചുങ്ങളും അത് മരിച്ച ചെറുക്കനും കൂടെ ആണോ അതോ ഇനി അതിൻ്റെ സുഹൃത്തുണ്ട് ഇവിടെ, അവരാണെന്നൊന്നും അറിയാൻ വയ്യ. ഇങ്ങനെ തപ്പി നടക്കുന്ന സൗണ്ട് കേട്ട് അപ്പോൾ അപ്പോഴത്തേന് കറണ്ട് പോയി. അങ്ങ് തപ്പി നടക്കുന്നുണ്ട് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ മെമ്പറെ അന്നേരം വിളിച്ച് ആ സമയത്ത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരുമായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല. അപ്പം നമ്മളിനി അങ്ങോട്ട് ചെന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ വണ്ടിയിൽ കയറിയുന്നുണ്ട്. ശ്രദ്ധിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ കാരണമാണോ നിങ്ങൾ സഹകരണം ഒരു സഹകരണം കുറച്ചതാ. നമുക്ക് വന്നടയ്ക്ക് ഞങ്ങളുമായിട്ടൊക്കെ സഹകരണം ഉണ്ട്. പക്ഷെ അവർ സ്വയം